ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ പറയും, സൗദിയിൽ അവരുടെ ആതിഥ്യം സ്വീകരിക്കും. ആക്രമണം തുടർന്ന് മമത. നദ്ദയുടെ പകരക്കാരനായി ആയിരിക്കും എത്തുക എന്ന ആകാംക്ഷയിൽ നിലനിൽക്കുന്നുണ്ട് മമതയുടെ വാക്കുകൾ. 2020 നദ്ദ അധ്യക്ഷനായത്. 3 വർഷമായി അധ്യക്ഷ കാലാവധി. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം പരിഗണിച്ച് പിന്നീട് സമയം നീട്ടിവെക്കുകയായിരുന്നു. അതേസമയം നദ്ദയ്ക്ക് പകരമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. കഴിഞ്ഞ ദിവസം BJP നേതൃത്വവും RSSും നടത്തിയ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പേര് ഇടം പിടിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ തീരുമാനങ്ങളിൽ RSS വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യോഗി എന്ന നിർദ്ദേശത്തിൽ RSS ഉറച്ചു നിൽക്കുകയാണെന്നും അത് അംഗീകരിക്കപ്പെടരുത് എന്നുമാണ് വിലയിരുത്തുന്നത്. യോഗി അല്ലെങ്കിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ പേര് പരിഗണിക്കപ്പെട്ടേക്കും. RSSന്റെ ഗുഡ് ലിസ്റ്റിലെ ഇടം പിടിച്ച നേതാവാണ് ശിവരാജ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള നേതാവിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം BJPയിലുണ്ട്. കിണഞ്ഞ് പരിശ്രമിച്ചാലും പിടികിട്ടാത്ത ദക്ഷിണേന്ത്യൻ മണ്ണിൽ സ്വാധീനം ഉണ്ടാക്കാൻ ഇത് സാധിക്കുമെന്നും ഒരു വിഭാഗം കണക്കുകൂട്ടുന്നു. BJP എന്നത് ഉത്തരേന്ത്യൻ പാർട്ടിയാണെന്ന DMK നേതാവ് MK സ്റ്റാലിൻ വിമർശനങ്ങളെ എല്ലാം തന്നെ മറികടക്കാൻ ഇത് സഹായിക്കുമെന്നും നേതൃത്വം കരുതുന്നുണ്ട്. മുൻപ് ദക്ഷിണേന്ത്യയിൽ നിന്നും BJP ദേശീയ അധ്യക്ഷൻ ഉണ്ടായിട്ടുണ്ട്. M വെങ്കയ്യ നായിഡു, ബംഗാര ലക്ഷ്മൺ എന്നിവരാണ് അധ്യാപനം വഹിച്ച് ദക്ഷിണേന്ത്യൻ നേതാക്കളായത്. എന്നാൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. അതേസമയം ഒരു വനിതാ നേതാവിന്റെ അധ്യക്ഷനായി ഞെട്ടിക്കുന്ന സാധ്യതകൾ ചർച്ചയാകുന്നുണ്ട്. പാർട്ടിയിൽ ആദ്യ വനിതാ അധ്യക്ഷയെ നിയമിക്കുന്നത് വലിയ ബൂസ്റ്റാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യ തലസ്ഥാനത്ത് വനിതാ മുഖ്യമന്ത്രിയെ നിയമിച്ചുകൊണ്ടുള്ള BJP നീക്കം വലിയ ചർച്ചയാകുന്നു. സമാന രീതിയിലുള്ള നീക്കത്തിൽ BJP നേതൃത്വം തയ്യാറാകുമെന്നാണ് ഉറ്റുനോക്കുന്നത്. തലമുറ മാറ്റത്തിന് BJP തയ്യാറെടുക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യുവ നേതാവിന്റെ പാർട്ടിയുടെ അമരത്ത് അവരോധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.